അസ്സലാമു അലൈക്കും. ഞാൻ ഇപ്പോൾ ഉള്ളത് മൂടാൽ ദർഗാ ഷെരീഫിലാണ്. കോഴിക്കോട് തൃശ്ശൂർ ഹൈവേയിലാണ് ഈ മക്കാം സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമേറിയ ഈ മക്കാം റോഡരികിലെ യാത്രക്കാർക്ക് ഒരു ആശ്വാസമായി മാറിയിരുന്നു. ജാതി മതഭേദമന്യേ ഇവിടെ ആളുകൾ വന്നു പോകാറുമുണ്ട്. എല്ലാ മതക്കാർക്കും വളരെ അധികം ആശ്വാസം നൽകിയിട്ടാണ്, അവൾക്ക് സന്തോഷം നൽകിയിട്ടാണ് ഇവിടുന്ന് മടക്കയാത്ര ചെയ്യാറ്. ഒരുപാട് പഴക്കമേറിയ ഈ മക്കാമിന് ഒരുപാട് ചരിത്രവും കറാമത്തുകളുമുണ്ട്. അതിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് കാലം മുന്നേ റോഡ് വികസനത്തിന് ഇവിടെ സർവേ നടത്താൻ ഉദ്യോഗസ്ഥർ വന്നിരുന്നു. അവർ വന്നു സർവേ നടത്തി തിരികെ പോകാൻ വണ്ടിയിൽ കയറി. വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കിയപ്പോൾ വണ്ടി സ്റ്റാർട്ടായില്ല. അവർക്കറിയാവുന്ന പണികളെല്ലാം അവർ ചെയ്തു, പക്ഷേ വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ടായിരുന്നില്ല. അവർ കുറേ ശ്രമിച്ചിട്ടും വണ്ടി സ്റ്റാർട്ടായതില്ല. പിന്നീട് അവർ മെക്കാനിക്കന്മാരെ സമീപിച്ചു. മെക്കാനിക്കന്മാർ വന്നു. അവർക്കറിയാവുന്ന എല്ലാ വിധത്തിലും പരിശോധിച്ചു. വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റും കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ അതിലൂടെ ഒരു പ്രായമുള്ള ഒരാൾ നടന്നു പോവുകയുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു, എന്താണ് പറ്റിയത്? അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, സർവേ എടുക്കാൻ വന്നതാണെന്നും വികസനത്തിനാണെന്നും സർവേയിൽ ഈ മക്കാം പൊളിക്കേണ്ടി വരുമെന്നും പറഞ്ഞിരുന്നു. അപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്നത്, നിങ്ങൾക്ക് തെറ്റുപറ്റി, നിങ്ങൾക്ക് ഇവിടെ കിടക്കുന്ന ആളെ ശരിക്കറിയില്ല. ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഒരു മഹാനാണ്. അവരോട് തിരികെ പോയി പൊരുത്തം ചോദിച്ചു വരുവിൻ, എന്നിട്ട് വണ്ടി സ്റ്റാർട്ടാക്കുവിൻ. അപ്പോൾ ഉദ്യോഗസ്ഥൻ അതനുസരിച്ചു മക്കാമിൽ തിരികെ പോയി പൊരുത്തം ചോദിച്ചു. സർവേയിൽ തിരുത്തി പൊളിക്കണ്ട എന്നുള്ള സർവേ നടത്തി വന്നു. വണ്ടിയിൽ കയറി. അത്ഭുതമെന്ന് പറയട്ടെ, വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ടായി. അവർ തിരികെ പോകുകയും ചെയ്തു. ഇതുപോലെ ഒരുപാട് കറാമത്തുകളും ചരിത്രങ്ങളും ഇനിയുമുണ്ട്. മഹാനായ EK ശംസുൽ ഉലമ ഉസ്താദ് പറയുകയുണ്ടായി, ഈ മക്ബറയിൽ കിടക്കുന്ന ആൾ ഒരു ശുഹദാക്കളിൽപ്പെട്ട ഒരു മഹാനാണെന്നും അതിൻ്റെ തെളിവ് നിങ്ങൾക്ക് കാലക്രമേണ അറിയിച്ചു തരുമെന്നും ഉസ്താദ് പറയുകയുണ്ടായി. പിന്നീട് കുറേ കാലത്തിന് ശേഷം മക്കാമിനെ അടുത്തുള്ള വീട്ടിൻ്റെ പൊട്ടക്കിണറ്റിൽ നിന്നും ഒരുപാട് പഴക്കമേറിയ ആയുധങ്ങളും കണ്ടെത്തിയെന്ന് ചരിത്രം പറയുന്നു. മഹാനായ ശംസുൽ ഉലമ ഉസ്താദ് പറഞ്ഞതിൻ്റെ ഒരു തെളിവായിരുന്നു അത്. അതിനുശേഷമാണത്രേ ഈ മക്കാമിൽ ചുവപ്പ് പെയിൻ്റ് അടിച്ചതുമെന്ന് ചരിത്രം പറയുന്നു. സാധാരണ നമ്മൾ കാണുന്ന മക്കാമുകളെല്ലാം പച്ച പെയിൻ്റായിരിക്കും അടിച്ചിരിക്കുന്നത്. എന്നാൽ ഈ മഹാൻ ഷഹീദായതുകൊണ്ടും ശുഹദാക്കളിൽപ്പെട്ട ഒരാളായതുകൊണ്ടാണ് ഈ മക്കാം ചുവപ്പ് പെയിൻ്റ് അടിച്ചത് എന്ന് ചരിത്രം പറയുന്നു. ഇതുപോലത്തെ കറാമത്തുകളും ചരിത്രങ്ങളും ഇനിയും അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണാം.